ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീറ്റ്റൂട്ട് ചേർത്തിട്ടുള്ള ഒരു പൂരിയും പിന്നെ ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, ഗ്രീൻ പീസ് എല്ലാം കൂടെ കൂടി ഒരു മിക്സഡ് കറിയും കൂടെയാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം ഞാൻ അതിനായിട്ട് ആദ്യം നമുക്ക് ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് വേവിക്കാൻ വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ കുറച്ച് ഗ്രീൻ പീസ്, ഒരു ചെറിയ തക്കാളി, ഇത്ര സാധനം നമുക്ക് ഒന്നിച്ചിട്ട് ഒന്ന് വേവിക്കാം. ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് അടുപ്പത്ത് വെക്കാം. ഞാൻ പ്രഷർ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഉരുളൻകിഴങ്ങ്, ചെറിയൊരു ഉരുളൻകിഴങ്ങ്, പിന്നെ ചെറിയൊരു തക്കാളി, ഒരു ചെറിയ പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പുളി ഇഷ്ടമല്ലാത്തവർക്ക് ഇടണ്ട. പിന്നെ ഒരു ഗ്രീൻ പീസ്, പിന്നെ ക്യാരറ്റ്, ഇത്ര ഇട്ടിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. നേരത്തെ വെള്ളം ഒഴിക്കാം. ഇത് കണ്ടോ, നേരത്തെ വെള്ളം ഒഴിച്ചു. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു മുളക് കടിച്ചിടാം. ഞാനിപ്പോൾ ഇവിടെ കാന്താരിമുളക് ഉപയോഗിക്കണം. നമ്മുടെ കാന്താരിമുളക് ഉള്ള കാരണം കാന്താരിമുളക് ഇട്ടാൽ. അപ്പോൾ ഈ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ നേരത്തെ എരിവും നോക്കി എല്ലാവരും ഉണ്ടാക്കണം. ഇതെല്ലാം മൂത്ത കാന്താരിമുളക് തന്നെ ഞാനൊരു 4-5 കാന്താരിമുളക് ഇട്ടിട്ടുള്ളൂ. അതിൽ എരിവ് ഒത്തിരിയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും പിന്നെ നമുക്കിതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഇതിലേക്ക് അരിഞ്ഞിടുവാണ്. പിന്നെ ബാക്കി നമുക്ക് മസാല ഉള്ളിയൊക്കെ വട്ടുമ്പോൾ അതിനകത്തിട്ട് വട്ടാം. അപ്പോൾ നമുക്കൊരു അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ കിട്ടും. ഇതിപ്പോൾ ഇതിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് അടച്ചൊന്ന് വേവിക്കാം. ഇത് വെള്ളം ഇത്ര മതി, ഇത് വേവാനുള്ള വെള്ളം മതി. ഇനി വേണമെങ്കിൽ വെള്ളം പിന്നെ ചേർക്കാം. അപ്പം നമുക്കിത് കുക്കർ അടച്ചിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം. പിന്നെ നമുക്കത് വേവുമ്പോഴത്തേക്കും നമുക്ക് പൂരി ഉണ്ടാക്കാനുള്ള മാവ് കുഴയ്ക്കാം. അതിനായിട്ട് ഞാനൊരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഞാനൊരു ബീറ്റ്റൂട്ട് ഇട്ടുണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഒരു ഹെൽത്തി ഫുഡ് ആവുമല്ലോ, ഒരു കളർഫുള്ളൊക്കെ ആകുമ്പോൾ കുട്ടികൾ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് ഇത് നമുക്ക് ഒന്നിലും നന്നായിട്ട് മിക്സിയിലിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മിക്സിയിൽ ശകലം വെള്ളം ഒഴിച്ചിട്ട്, ഒത്തിരി വെള്ളം ഒഴിക്കരുത്, 1 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതിനകത്ത് വെച്ച് ചിരണ്ടി എടുക്കാം. അത് സൗകര്യം പോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെയാണ് ചെയ്യണത്. മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടും മതി. വെള്ളം ഒത്തിരി ആവരുത് കേട്ടോ. വെള്ളം വളരെ കുറച്ച് അളവിൽ എടുക്കാവുള്ളൂ. ബീറ്റ്റൂട്ട് അകത്തൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ വെജിറ്റബിളൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. സ്കൂളിലും കൊടുത്തുവിടാം. കുട്ടികൾക്കൊരു ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചൊക്കെ ആയിട്ട് സ്കൂളിലും കൊടുത്തുവിടാൻ നല്ല ഫുഡാണ്. നമ്മൾ വെജിറ്റബിൾ കഴിക്കാൻ വെച്ചാൽ 1 വിസിൽ മതി കേട്ടോ. നമ്മളെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടല്ലേ മുറിച്ചാക്കണേ. അപ്പോൾ അതുകൊണ്ട് 1 വിസിൽ വരുമ്പോൾ വെന്ത് വേവും കേട്ടോ. അപ്പം നമുക്കിനി ഇതിട്ട് നമുക്ക് മാവ് കുഴക്കാൻ നോക്കാം.
അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചാക്കണ ബീട്രൂട്ട് ഇട്ടിട്ട് നമുക്ക് പൂരിയുടെ മാവ് എങ്ങനെ കുഴക്കണമെന്ന് നോക്കാം. ഞാൻ അതിനകത്ത് 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അരിപ്പൊടി ഇല്ലെങ്കിൽ റവ ചേർക്കാം. റവയോ അരിപ്പൊടി അതെന്ന് വെച്ചാൽ ഇത് കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാക്കണ ഇത് ചേർക്കാം. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ കഷ്ണം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ കൈ കൊണ്ടൊന്നങ്ങ് പിഴിഞ്ഞാൽ മതി. ഇത് കണ്ടോ. എന്നിട്ട് അല്ലെങ്കിൽ ഒരു അരിപ്പയിൽ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് ഒഴിച്ച് കിട്ടാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇടണേ. ഇതിപ്പം നമ്മൾ എണ്ണയിലിടുമ്പോൾ വെന്തോളും. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് ശകലം വെള്ളം ഒഴിച്ച് കുഴക്കാം. പൂരിക്ക് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പൂരിക്ക് വെള്ളം വളരെ കുറച്ച് മതി. അതുകൊണ്ട് നോക്കി ഒഴിക്കണം. കുറേശ്ശെ ഒഴിച്ച് നോക്കി ഒഴിക്കണം, കുഴക്കണം കേട്ടോ. പൂരിക്കായാലും ചപ്പാത്തിക്കായാലും നമ്മൾ ചപ്പാത്തി കഴിക്കുമ്പോൾ ഇങ്ങനെ കയ്യിലൊട്ടും പറ്റാതെ ഈ പാത്രത്തിൽ നിന്നും മുഴുവൻ വിട്ടു പോകുന്നതാണ്. അതാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം കേട്ടോ. പാത്രമൊക്കെ നല്ല നീറ്റായിട്ടിരിക്കണം. ഇത് നമുക്ക് ഇതിലേക്കൊരു 2-3 തുള്ളി വെള്ളം എണ്ണ മതി കേട്ടോ. കുറച്ച് എണ്ണ. പൂരിക്ക് പിന്നെ ചപ്പാത്തിയുടെ അത്ര ഇങ്ങനെ ബലം പിടിച്ചൊന്നും കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഇപ്പം നമ്മുടെ മാവ് റെഡി ആയി കഴിഞ്ഞു. ഇത് കുറച്ച് കട്ടിയിലായിരിക്കണമെന്ന് വെച്ചാൽ പൂരിക്ക് കുറച്ച് വെള്ളം കുറച്ചുണ്ടാക്കിയ ചപ്പാത്തി ആകുമ്പോൾ കുറച്ചുകൂടെ ലൂസായിട്ടിരിക്കും. ഇത് പൂരി ആയ കാരണം കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം, പൂരി ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിനി നമ്മൾ ഉണ്ടാക്കി വെച്ച പൂരിയെല്ലാം പരത്തി വെക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു തുണി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ടാണ് പരത്തണം. എന്താണെന്ന് വെച്ചാൽ പൊടിയൊക്കെ ഇതിൽ വീണാലേ നമുക്ക് ക്ലീൻ ആക്കാൻ എളുപ്പമുണ്ടല്ലോ, അതിനു വേണ്ടിയാണ്.
ഇത് കണ്ടോ, കുറച്ച് കട്ടിയാണ് കണ്ടോ. ഇതുപോലെ, അല്ലെങ്കിൽ പൂരി നമ്മൾ എണ്ണയിലേക്ക് ഇടാനുള്ളതല്ലേ, ഇതുകൊണ്ടാ. ചെറിയൊരു നാരങ്ങ ഉണ്ട്, ഒരു മുഴുത്ത നെല്ലിക്കയുടെ അത്രയും വലുപ്പത്തിൽ എടുത്താൽ മതി കേട്ടോ. നമ്മളിത് കുഴച്ച് പാകാൻ കയ്യിൽ ഒട്ടുമില്ല, അതുകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ പൊടിയൊന്നും തൂക്കാതെ തന്നെ ഇങ്ങനെ കയ്യിലിട്ട്, ഇപ്പോൾ നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലെ എയർ ബബിൾ ഉണ്ട്, അത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടോ. അങ്ങനെ നല്ല ഒരു പയ്യെ ഒരു ബലം കൊടുത്ത് ഇങ്ങനെ ഒന്ന് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിളൊക്കെ പുറത്തോളൂ. അപ്പോഴാണ് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അതിന് വേണ്ടിയാണ്. ഞാനെപ്പോഴും പൂരി ആദ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ കറി ഉണ്ടാക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം വറുത്ത എണ്ണ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പൂരി ഉണ്ടാക്കിയിട്ട് ആ എണ്ണയിൽ തന്നെ ഞാൻ കറിയും ഉണ്ടാക്കും. അപ്പോൾ ആ എണ്ണ പിന്നെ ബാലൻസ് വരില്ല. പിന്നെ വളരെ കുറച്ച് അളവിൽ എണ്ണ ഒഴിച്ചിട്ട് കുറേശ്ശെ ചൂട്ട് ഉണ്ടാക്കണം. അപ്പോൾ ചെറിയ ചെറിയ പൂരിയാണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പിന്നെ ആ എണ്ണ കറിക്കായിട്ട് അപ്പോൾ തന്നെ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ രണ്ടാമതൊന്നും ചൂടാക്കേണ്ടി വരില്ല. കഴിയുമെങ്കിലും രണ്ടാമത് ചൂടാക്കാതെ കഴിക്കാൻ നോക്കണം. അപ്പോൾ നമ്മൾ ബാക്കി വരാതെ ഉണ്ടാക്കുവാണെങ്കിൽ എളുപ്പമല്ലേ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചോറിന് കറി ഉണ്ടാക്കുന്നതാണെങ്കിലും പപ്പടമൊക്കെ വറക്കുവാണെങ്കിലും ആ എണ്ണയ്ക്കകത്ത് അപ്പം തന്നെ ഞാൻ തോരൻ ഉണ്ടാക്കാനുള്ളതൊക്കെ ഉണ്ടാക്കും. അപ്പോൾ പിന്നെ ആ എണ്ണ എങ്ങനെ ആവും. ഇപ്പോൾ നമ്മളതേ ബോളെല്ലാം ചെറിയ ചെറിയ കണ്ടോ, എല്ലാം ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഇട്ടിട്ടുണ്ട്. അത്ര മതി. ഇതിന് മുതലാണെന്ന് വെച്ചാൽ വലിയ വലിയ പൂരിയായി പോകും. പൂരി എപ്പോഴും ചെറിയ ചെറിയ സാധനങ്ങളല്ലേ, അതുകൊണ്ട് പൂരിക്ക് എപ്പോഴും വട്ടം കുറവായിരിക്കും. ചപ്പാത്തി പോലെ എത്രയും വട്ടം വരാൻ പറ്റില്ല. ഇനി നമുക്കിതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം ഓരോന്നായിട്ട്. ഇതുണ്ട്, ഇതുപോലെ കുറച്ച് കനത്തിൽ പരത്തണം. തീരെ അങ്ങ് കട്ടി ഉറച്ച് വരത്തരുത് കേട്ടോ, എന്നാലാണ് പൊങ്ങി വരുള്ളൂ. കുറച്ച് കനം ഉണ്ടെങ്കിലാണ് പൊങ്ങി വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. തീരെ കനം കുറച്ച് വരത്തിയാൽ പൊങ്ങി വരുള്ളൂ ശരിക്കും. നമ്മുടെ പൂരിയെല്ലാം പരത്തി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പൂരിയൊക്കെ പരത്തി കഴിഞ്ഞു. ഇതേ കണ്ടോ, കണ്ടോ, ഇതുപോലെ ഇത്രയും വലിപ്പമുള്ളൂ. ഇതിൽ കുറച്ചുകൂടെ ചെറുതായാലും കുഴപ്പമില്ല. പൂരി എപ്പോഴും ചെറിയ ചെറിയ സ്ഥലത്തായിരിക്കും കേട്ടോ. ഇതുപോലെ കുറച്ച് ശകലം കനത്തിൽ, ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടെ കനത്തിൽ പരത്തണം.
ഇപ്പം കണ്ടോ, ഞാൻ ആ തുണി ഇട്ട കാരണം ഇവിടെ കണ്ടോ, ഇവിടെ നല്ല ക്ലീനായി. ഒന്നിലെ ഒരു പേപ്പറോ ഇതുപോലെ ഒരു തുണിയൊക്കെ ഇട്ടിട്ട് പരത്തുവാണെങ്കിൽ അവിടെ നമുക്ക് ക്ലീൻ ആക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ പൊടിയൊക്കെ വീണാൽ ഭയങ്കര സമയം എടുക്കും ക്ലീൻ ആക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ പൂരി ഉണ്ടാക്കാൻ നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരേ പൂരി ഇട്ട് കൊടുക്കാം. കണ്ടോ, നമ്മുടെ പൂരി നല്ല ബബിള് പോലെ വന്നുണ്ടോ. ഇത് കണ്ടോ, എന്താ പ്രത്യേകത കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് കണ്ടോ, നല്ല ബബിള് പോലെ വന്നിട്ടുണ്ടോ. അപ്പോൾ നമ്മുടെ പൂരിയെല്ലാം ചുട്ട് കഴിഞ്ഞു. കണ്ടോ, എല്ലാ പൂരിയും നല്ല ബബിള് കണ്ടോ. കണ്ടോ, പിന്നെ നമ്മൾ അരിപ്പൊടി ഇട്ട കാരണം കുറേ സമയം ഇങ്ങനെ ഇരുന്നോളുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് ഇതായി പോകില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി അല്ലെങ്കിൽ കുറച്ച് 1 സ്പൂൺ റവയോ ചേർക്കണം. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ചുട്ട് കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ആ എണ്ണയിൽ തന്നെയാണ് കറി ഉണ്ടാക്കുന്നത്. കാരണം വെച്ചാൽ ബാക്കി എണ്ണ വെച്ചേക്കാൻ പറ്റില്ല, രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റില്ലാത്ത കാരണം ഈ എണ്ണയിൽ തന്നെയാണ് ഞാൻ കറി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ചെറിയ പൂരികൾ ഉണ്ടാക്കിയതുണ്ട്. ചെറിയ പൂരികൾ ഉണ്ടാക്കിയ കാരണം കണ്ടോ, ബാക്കി വളരെ കുറച്ച് എണ്ണയെ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി എണ്ണ എടുത്ത് വയ്ക്കേണ്ട ആവശ്യവും പറ്റില്ല. ഇതിപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള എണ്ണയെ ബാക്കി വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കാം. നമ്മൾ ഓൾറെഡി എല്ലാം വേവിച്ച് വെച്ചാലേ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. പച്ചമുളകൊന്നും വേണ്ട, പച്ചമുളകൊക്കെ നമ്മൾ ഓൾറെഡി വേവിച്ചത് അതിൻ്റെ കൂടെ. ഇനി പച്ചമുളകൊന്നും ഇടേണ്ട ആവശ്യമില്ല. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് ഇടുക കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാനാകുമ്പോൾ എരിവ് വളരെ കുറച്ച് ഇടുമായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇഞ്ചിയും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളിയുടെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇടാം. പിന്നെ കറിവേപ്പില, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ സവാളയും കൂടെ ഇടാം.
പെട്ടെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ഒരു ശകലം ഉപ്പിടാം. നമ്മുടെ സവാള മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിടാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്, മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ. ഞാൻ കുറച്ച് കറിയല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇടാം. ഇനി ഇതൊക്കെ ഒന്നും ചേർക്കാനില്ല, നമ്മൾ എല്ലാം വേവിച്ചപ്പോൾ ഇട്ടതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇനി ഒന്നും ഇടണ്ട. നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റ്, പിന്നെ ഗ്രീൻ പീസ്, പിന്നെ ഉരുളൻകിഴങ്ങ്, ഇത്ര സാധനം നമുക്ക് ഇതിലേക്കിടാം. അപ്പം അതിൻ്റെ കൂടെ ആവശ്യത്തിന് എരിവിന് വേണ്ട പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇനി ഇതിന് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെ കുറുകി ആവശ്യത്തിനായിക്കോളും. ചപ്പാത്തിക്ക് പൂരിക്ക് ഒരു കുഴമ്പൻ പരുവത്തിലുള്ള ഒരു ചാറൊന്നും ഇല്ലാത്തൊരു കറിയാണ്. അപ്പം അതുകൊണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിടാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ പൂരി പിന്നെ വെജിറ്റബിൾ കറിയും കൂടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാവുന്നതാണ്. താങ്ക് യു. അപ്പം നമുക്ക് ഇനി ഒരു സർവിങ് ബൗളിൽ മുക്കി മാറ്റാം. കണ്ടോ, ഇത്ര സമയമായിട്ടും പൂരിക്ക് ഒന്നും പറ്റിയിട്ടില്ല. കണ്ടോ, ബബിൾ പോലെ തന്നെ ഇരിക്കുന്നുണ്ടോ? അതെന്താ, നമ്മൾ ആ അരിപ്പൊടി ഇട്ട കാരണം കൊണ്ടാണ് അങ്ങനെ തന്നെ ഇരിക്കുന്നത് കേട്ടോ.